എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. We greet you in the name of the Lord and Savior Jesus Christ. വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ നടുവിൽ ദൈവവചനമായിട്ട് നിൽക്കുന്നതിൽ. It is our joy and privilege to be standing in the presence of you. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷമായി ഞങ്ങൾ ഇത് കാണുകയാണ്. We consider this as a great blessing in our life. ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഹല്ലേലൂയ, അതെ സ്തോത്രം ഹല്ലേലൂയ, ഈ ലോകത്തിൽ കുറെ പണം സമ്പാദിക്കുന്നൊന്നുമല്ല. Our success of our life is not to earn money. ഒരു നല്ല ഭക്തനായി ജീവിച്ച് നിത്യതയിൽ എത്തുക എന്നുള്ളതാണ്. It is to live as a saint of God for the Lord. ഈ ദിവസങ്ങളൊക്കെ വളരെ ഭാരത്തിലും വേദനയിലുമാണ് ദൈവജനം കടന്നു പോകുന്നത്. These days the children of God are passing through great problems. ഓരോരുത്തരോടും ചോദിച്ചാൽ അവർക്ക് വേദനകൾ മാത്രമേ ഉള്ളൂ. We ask people, they have a lot of stories of sadness to tell us. ചിലർ സംസാരിക്കുന്നു എന്നാണ് ഇനി നാട്ടിലേക്കൊന്ന് പോകുന്നത്. People are saying that when are we going back to India? ചിലർ ചോദിക്കുന്നു എപ്പോഴാണ് മാതാപിതാക്കൾ ഒന്ന് കാണാൻ പറ്റുന്നത്? When are we going to see our parents again? ചിലർ പറയുന്നു ഇനി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. Some people are saying we don't think we can go back again. വിവിധമാകുന്ന നിലയിൽ എല്ലാവരും ഭാരം അനുഭവിക്കുകയാണ്. People are having troubles in their lives. പല ദൈവമക്കളും ചോദിക്കാൻ എന്നാണ് ഒന്നിച്ചൊന്ന് ആരാധിക്കാൻ പറ്റുന്നത്? Our children of God, they are asking when are we going to have church again? ഇന്ത്യയിൽ നിന്ന് നമ്മുടെ പല സുഹൃത്തുക്കളും ദൈവദാസന്മാരും സംസാരിക്കുമ്പോൾ വളരെ ഭാരം തോന്നാറുണ്ട്. The children, the servants of God, when they are calling from India, they are going through different difficulties. നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ മഹത്വമേറിയ ദൈവദാസന്മാരെ കുറിച്ച് പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഹൃദയത്തിൽ ഭാരം തോന്നാറുണ്ട്. When I think about the people, servants of God who are in India, I have a great burden in my heart. ലോകരാജ്യങ്ങൾ മുഴുവൻ ദുഃഖിക്കുന്ന ഈ കാലഘട്ടത്തിൽ The nations are having troubles. ഇനി ഈ ലോകത്തിന്റെ ഭാവി എന്താകുമെന്ന് പ്രവചിക്കുവാൻ ആർക്കും കഴിയാത്തൊരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Even the saints of not able to prophesy what is going to happen in the world. ഇതിന് നടുവിലാണ് ഒരു ഭക്തൻ കാത്തിരിക്കുന്നത്. We are waiting in the midst of these troubles. ഒരു ഭക്തന്റെ അകത്ത് പ്രത്യാശ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. At this time the hope is rising from our hearts. അവന്റെ അകത്ത് എപ്പോഴും പ്രത്യാശയാണ്. Hallelujah, we are filled with the hope. എന്താണ് പ്രത്യാശ? What is hope? എന്റെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. The hope is the second coming of the Lord Jesus Christ. എന്താണ് പ്രത്യാശ? What is hope? കാണാത്ത ഒന്നിനെ, hallelujah, we are waiting with this unseen. വിശ്വാസത്താൽ By faith കാത്തിരിക്കുന്ന അനുഭവമാണ് പ്രത്യാശ. hallelujah, the faith is what is we are hoping for, which is unseen. ഇതുവരെ കണ്ടിട്ടില്ല, And we haven't seen yet. കാണും, We will see. അതാണ് പ്രത്യാശ. That is hope. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നാം കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ വരവ്. We are waiting for the Lord's coming. ആ പുതുഭൂമിക്ക് വേണ്ടി നാം കാത്തിരിക്കും. For the new earth and the new heavens. ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. This heavens and this earth will pass away. ഒരു പുതിയ ഭൂമി, The new earth, ഒരു പുതിയ the ആകാശം new heaven സംജാതമാകും. will come. അതിനുവേണ്ടി നാം We കാത്തിരിക്കുകയാണ്. are waiting for that. ഹല്ലേലൂയ. Hallelujah. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, Hallelujah, because of the saints of God. നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടരുത്. Hallelujah, let us not lose heart. പ്രത്യാശ നഷ്ടപ്പെടരുത്. Hallelujah, let us not lose our hope. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. കർത്താവിന്റെ ദാസന്മാരെ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. Servants of God, we are praying for you. ഞങ്ങളെ ഐക്യമായുള്ള പ്രവർത്തനമാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. Hallelujah, our success is in our unity. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഒരാൾ ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. When one servant of God is serving here, ministering, the other servants are praying for അതാണ് them. നമ്മുടെ വിജയം. That is our success. നമ്മുടെ തകർച്ച കാണുവാൻ കാത്തിരിക്കുന്നവരുടെ നടുവിൽ, Hallelujah, in the midst of people who are waiting to fall, നാം ഐക്യമായി നിന്നാൽ, if you stand united, രാജ്യങ്ങളെ നമുക്ക് പിടിച്ചെടുക്കുവാൻ we കഴിയും. can, hallelujah, win the nations for the Lord. ഹല്ലേലൂയ. Hallelujah. എന്നെ ചിന്തിപ്പിച്ചൊരു പദമുണ്ട്. Hallelujah, there's a word, hallelujah, we made me to think. ഉത്തമഗീതം Hallelujah, Songs of Songs, 4-ാം അധ്യായം chapter 4, 15 വാക്യം. 15 verse. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, നീ തോട്ടങ്ങൾക്ക് ഒരു നീറവും വറ്റിപ്പോകാത്ത കിണറും ലെബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ. Here is we read, hallelujah, Songs of Song, chapter 4, verse 15. A garden fountain, a well of living water, flowing streams from Lebanon. ഹല്ലേലൂയ. Amen. നീ തോട്ടങ്ങൾക്ക് ഒരു നീറവയാണ്. You are a fountain for the garden. വറ്റിപ്പോകാത്ത കിണറാണ്. Hallelujah. You are a living water. ഹല്ലേലൂയ.
ലെബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകൾ. and flowing streams from Lebanon. ഹല്ലേലൂയ. Amen. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ വാക്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. Let's praise for this blessed verse. പാട്ടുകളുടെ പാട്ടെന്നോ Hallelujah, the songs of songs. പഴയ നിയമത്തെ പുതിയ നിയമമെന്നും ഉത്തമഗീതത്തെ വിശേഷിപ്പിക്കുന്നു. The New Testament of the Old Testament. This is the songs of songs. അധികം പേരും വായിക്കാത്ത ഒരു പുസ്തകമാണ് ഉത്തമഗീതം. This is a song that many people may not read it all the time. ഉത്തമമായ ഹൃദയത്തോടു കൂടി നിങ്ങൾ ഈ ദൈവവചനം ധ്യാനിച്ചാൽ You have to read with a full heart. ഉത്തമമായ ആശയങ്ങളും ആലോചനകളും നമുക്ക് ലഭിക്കുവാനായിത്തീരും. We will get the great revelation from the word of God. ദൈവസഭയും ആത്മമണവാളനുമാകുന്ന ക്രിസ്തുവുമാണ് ഇതിനകത്തെ പ്രതിപാദ്യ വിഷയം. The main theme of this book is about the relationship between a bride and his bridegroom. ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദിന്റെ മകനാകുന്ന ശലോമോന്റെ ഹൃദയത്തിൽ കിട്ടിയ ശ്രേഷ്ഠമേറിയ ഒരു കാവ്യമാണ് ഈ ഉത്തമഗീതം. This is the poem revealed to the son of David, Solomon, King Solomon, about this relationship between the bride and the bridegroom. സഭ ഒരു തോട്ടമാണ്. And the church is a garden. സഭ ഒരു ശരീരമാണ്. Church is a body of Christ. സഭ ഹല്ലേലൂയ കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണ്. Church is a garden which is guarded by fence. സഭ ഒരു മുദ്രയിടപ്പെട്ട കിണറാണ്. Church is a sealed well. ഹല്ലേലൂയ. Amen. സഭ ഒരു ക്ലബ് അല്ല. Church is not a club. സഭ ഒരു വായനശാലയല്ല. Church is not a library. ഹല്ലേലൂയ. Amen. സഭ ഒരു കുത്ത് അഴിഞ്ഞ ഒരു പുസ്തകമല്ല. Church is not a book, does not have any bindings. ദൈവസഭയെ Church of God. ഒരു ശരീരത്തോട് ഉപമിച്ചാൽ Hallelujah, it is similar to a body. അതിന്റെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. Hallelujah, we are the different organs and parts of the body. അതിന്റെ ശിരസ് ക്രിസ്തുവാണ്. The head is Christ. ഹല്ലേലൂയ. Amen. ഈ ഉത്തമഗീതം പഠിക്കുമ്പോൾ When we study the Song of Solomon, അംഗപ്രത്യംഗ വർണ്ണനയാണ് കാണാൻ കഴിയുന്നത്. hallelujah, we can see the description of the different parts of the body. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവിയെ, പല്ല്, മുടിയ്, നഖമ് എല്ലാം വർണ്ണിച്ചിരിക്കുകയാണ്. We can see the description of the different parts of the body from the head to toe. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. എങ്ങനെ പോകണം, How to walk, എങ്ങനെ ജീവിക്കണം, how to live, എങ്ങനെ നടക്കണം, how to walk, എന്ത് സംസാരിക്കണം, what to talk, എങ്ങനെ അത് ചലിക്കണം, how to move, എങ്ങനെ ആയിരിക്കണം നാം ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കേണ്ടത്. how we wait for the Lord. ഇതെല്ലാം ഉത്തമഗീതത്തിൽ കാണാൻ കഴിയും. Everything is detailed in the book of Solomon. ഹല്ലേലൂയ. Amen. പ്രിയപ്പെട്ടവരെ, Children of God, എൻ്റെ നിങ്ങളുടെ യഥാർത്ഥമായ ഒരു ചിത്രം ഇവിടെ കാണുവാൻ we കഴിയും. can see the actual picture of ourselves in this book. ഹല്ലേലൂയ. Amen. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സിമ്പിൾ ലൈഫാണ്. Christian life is a simple life. ഹല്ലേലൂയ. Amen. ചിലക്ക് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ പറയും പോലെ എങ്ങനെ ജീവിക്കാൻ പറ്റും? Some people ask, hallelujah, how can we live like this? ഞാൻ പറയും നിസ്സാരമാണ് ക്രിസ്തീയ ജീവിതം. I used to say this is a simple thing. എന്താ യേശു പറഞ്ഞേ? What did Jesus said? സ്നേഹിക്കുക. Love. ഹല്ലേലൂയ. മറ്റുള്ളവന് വേണ്ടി കരുതുക. Hallelujah, care for, മറ്റുള്ളവരെ ബഹുമാനിക്കുക. respect others. വിശപ്പുള്ളവന് ഭക്ഷണം കൊടുക്കുക. Give food those who are hungry. ദാഹിക്കുന്നതിന് വെള്ളം കൊടുക്കുക. I'll give water those who are thirsty. നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുക. Hallelujah, if you see somebody is naked, give them dress to wear. നിന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. Love as yourself. നരച്ചവരെ കണ്ടാൽ ബഹുമാനിക്കുക. Hallelujah, when you see a gray-headed man, hallelujah, you have to respect them. ഹല്ലേലൂയ. Amen. യേശു ഇതിനപ്പുറം വലിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. Jesus didn't say the great things. ഹല്ലേലൂയ. Amen. യേശു പറഞ്ഞതുപോലെ ജീവിക്കാൻ എത്ര എളുപ്പമുള്ള കാര്യമാണ്. Hallelujah, how easy to live as Jesus said to live. നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ലേ? Can we forgive? ഹല്ലേലൂയ. ക്ഷമിക്കുക എന്ന് യേശു പറഞ്ഞു. Jesus said to forgive. ഹല്ലേലൂയ. Amen. 7 വട്ടം ക്ഷമിക്കാൻ പറഞ്ഞു. Jesus said to 7 times 70. ഹല്ലേലൂയ. Amen. യേശു ഇത്രയൊക്കെ കർത്താവ് പറഞ്ഞുള്ളൂ. Hallelujah, Jesus said, oh, that's all. Amen. സഹജീവികളെ സ്നേഹിക്കുക. You have to leave our friends. മറ്റുള്ളവർ കരുണ കാണിക്കുക. Hallelujah, let's have mercy. യേശു ഇതൊക്കെയല്ലേ കാണിച്ചേ? Jesus showed these examples. യേശു ഇതിനപ്പുറം ഒന്നും കാണിച്ചതുമില്ല. Jesus didn't show beyond this. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ ജീവിക്കുവാൻ എത്ര എളുപ്പമാണ് പ്രിയരെ. How easy to live like that. ഒരാൾ എന്നോട് ഒരു കാത് നടക്കാൻ പറഞ്ഞ 2 കാത് നടക്കുക. Hallelujah, if somebody said to walk a mile, you walk 2 miles. ഹല്ലേലൂയ. Amen. Praise God.
ഇതൊക്കെയാണ് യേശു പറഞ്ഞത്. This is what Jesus said. ആർക്കും ദോഷം ചെയ്യരുത്, Don't do any harm to anybody. ആരെ ശപിക്കരുത്. Don't curse anybody. ഹല്ലേലൂയ. Amen. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. If somebody hurts you, bless them. എന്ത് നല്ലതായി ക്രിസ്ത്യ ജീവിതം. What a beautiful life is our Christian life. പ്രിയപ്പെട്ട, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് Hallelujah. If you do these things കർത്താവിനെ സ്തുതിച്ചാൽ and then worship the Lord, മന്ത്രവാദികൾ 100 കണക്കിനിരുന്ന് അശുദ്ധനം ചെയ്താലും നമുക്ക് ആശത്തില്ല. hallelujah, nothing will harm to us. Even the witchcraft people, if they do something against us, nothing is going to happen to us. ഹല്ലേലൂയ. Amen. ഇന്ന് രാവിലെ ഞാൻ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ When I was meditating the word of God this morning, ഒന്നുണ്ട് കാര്യങ്ങൾ എന്നെ ചിന്തിപ്പിച്ചു. few things have made me to think ദൈവം ചിലത് മടക്കി തരാൻ പോകുകയാണ്. God is going to give you back something. ഹല്ലേലൂയ. Amen. ദൈവം ചിലത് മടക്കി തരാൻ പോകുകയാണെന്ന് എന്നോട് സംസാരിച്ചു. God told me that God is going to give you back. ഇതും നീ ജനത്തോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. Speak this to the children of God. ഹല്ലേലൂയ. Hallelujah. വീട്ടിൽ നഷ്ടപ്പെട്ടത് മടക്കി തരും. Hallelujah. Something that you have lost in your house, സഭയിൽ നഷ്ടപ്പെട്ടത് മടക്കി തരും. which has lost in the church, സമൂഹത്തിൽ നഷ്ടപ്പെട്ടത് മടക്കി the തരും. society which you have lost. ജീവിതത്തിന്റെ പല മേഖലകളിലും നഷ്ടപ്പെട്ടത് മടക്കി തരുന്ന ഒരു ദൈവം. In different areas of your life, you have lost so many things, and God is going to redeem that things for you. മടക്കി കിട്ടണമെങ്കിൽ നാം വില കൊടുക്കണം. If you want God to do that, you have to pay a price. വില കൊടുക്കാത്ത ഒരുത്തർക്കും തിരികെ ഒന്നും ലഭിക്കത്തില്ല. If you don't want to pay the price, you are not going to get anything. ഹല്ലേലൂയ. Hallelujah. അതെ, 2 രാജാക്കന്മാർ പുസ്തകം 6-ാം അധ്യായം നോക്കുമ്പോൾ Let's go to the 2nd chapter of 2nd Kings. പ്രവാചക ശിഷ്യന്മാർ പാർത്ത ഇടം വളരെ ഇടുക്കവും ഞെരുക്കവുമായിരുന്നു. We can see that the prophets, the servants of the prophets, those who lived that place, was a small place for them. അവർ ശക്തന്മാരായ ശുശ്രൂഷകന്മാരാണ്. They are strong ministers of God. ദൈവാലോചന അറിയിക്കുന്നവരാണ്. They are prophets, അവർക്ക് വിശാലതയൊന്നുമില്ല. but they don't have much place. അവർ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, They prayed a lot. ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, They cried a lot. ഒത്തിരി നിലവിളിക്കുന്നു. Hallelujah. They were crying, വിഷയത്തിനൊരു നീക്കുപോക്കില്ല. but there's no remedy for their issues. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, Children of God, ഞങ്ങൾ ഈ പകൽക്കാലം നിങ്ങൾ അറിയിക്കട്ടെ, let us talk to you. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, You're praying a lot. നിങ്ങൾ ഒത്തിരി കരയുന്നവരാണ്, You're crying. നിങ്ങൾ ഒത്തിരി ദൈവവേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവരാണ്. Hallelujah. You're working for the kingdom of God. നിങ്ങൾ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് പണം ചെലവഴിക്കുന്നവരാണ്. You're spending for the word of God, work of God. പക്ഷെങ്കിൽ നിങ്ങൾക്കൊരു വിശാലതയില്ല. But you don't much place. ആരോടും നിങ്ങൾ പറയുന്നില്ല. You're not saying to anybody. നിങ്ങളുടെ ഗൽഗതം കാണുന്ന ഒരു സ്വർഗമുണ്ട്. God is sowing your sorrows. നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. Hallelujah. Many days you've been praying. ഇവരും അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. They were praying like that. അവരൊത്തിരി കരയുന്നുണ്ട്. They were crying. അവർക്കൊരു നീക്കുപോക്കില്ല. But there's no remedy for them. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അഭിഷക്തൻ കടന്നു വരുന്നത്. In that time, the anointed man of God came. നിങ്ങളുടെ കണ്ണുനീരിന്റെ പിന്നിൽ, Hallelujah. Behind your tears, സ്വർഗം ചിലരെ നിയോഗിച്ചയക്കാൻ പോകുകയാണ്. God is going to appoint certain man of God and going to send it to you. ചിലരെ നിയോഗിച്ചയച്ച് Appointed. ചില ബന്ധനങ്ങളെ അഴിച്ചു മാറ്റും. And God is going to, hallelujah, break some bondages. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എത്ര പേർ വിശ്വസിക്കുന്നു? How many of us can believe this? നിയോഗിച്ച് ചിലരെ ദൈവം അയക്കാൻ God is പോകുകയാണ്. going to appoint certain man of God and send it to your life. ഈ ലോക്ക്ഡൗൺ പീരീഡിലും During this lockdown period, ആർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത ഈ അന്തരീക്ഷത്തിലും nobody can go out at this time. ദൈവം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ചിലരെ നിയോഗിച്ചയക്കും. But God is going to appoint a certain man of God and is going to send to your house. അവരാരോടും ചോദിച്ചിട്ടല്ല വരുന്നത്. They are not going to ask anybody to come to your house. ദൈവിക നിയോഗം പ്രാപിച്ചിട്ട് This is appointed by God. അവർ കടന്നു വരികയാണ്. They are coming to your house ചില ബന്ധനങ്ങളെ അഴിച്ചു to മാറ്റുവാൻ. break some bondages. ദൈവം ചിലരെ അയച്ച് ചില കെട്ടുകളെ പൊട്ടിക്കും. God is going to appoint and send to break the bondages. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many of us can believe it? അത് അനുഭവിച്ചവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. Those who experience, I bless അത് God for that. അനുഭവിച്ചിട്ടുള്ളവർക്കാണ് ദൈവത്തെ സ്തുതിക്കുക. Praise God for those who believe it. ഹല്ലേലൂയ. Hallelujah. എൻ്റെ വിവാഹ ശുശ്രൂഷ നടത്തിയത് പാസ്റ്റർ വി.സി. യോഹന്നാൻ അവരാണ്. Hallelujah. The man of God, Pastor V.C. Yohanan, has conducted my wedding. അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. I heard a testimony from this man of God. അദ്ദേഹത്തിന്റെ പിതാവ് വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ When his father came to the Lord,
കുടുംബത്തിൽ നിന്ന് അവരെ എല്ലാം ഇറക്കി വിട്ടു. Hallelujah. They expelled from the house. എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടു. They lost all their inheritance. ആരാധന കഴിഞ്ഞ അപ്പനും അമ്മയും മക്കളും എല്ലാം 5-6 മക്കളും കൂടി ഒരു വാഴയുടെ ചുറ്റും നിൽക്കുകയാണ്. Hallelujah. They were standing under the tree. വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. There was a big rain. ഒരു മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? Somebody asked them, why are you standing here? ഞങ്ങളുടെ ഈ പശുത്തൊഴുത്ത് കാലിയാറ്റി പോൽ കിടക്കുകയാണ്. Come to our cattle house and live there. നിങ്ങൾ ഇവിടെ പാർക്ക. You stay here. അവരവിടെ പാർത്തു. They stayed there. ഹല്ലേലൂയ. എന്നിട്ടും അവരുടെ വലിയപ്പച്ചനൊന്നും വലിയ ദയ തോന്നിയില്ല. But still their grandfather didn't have any mercy upon them. വളരെ മാനസികമായി തകർന്നു. They were so much shattered. അവർ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ After certain time, ഒരു മകന് തലയ്ക്ക് സുബോധമില്ലാതെയായി. After some time, one of his children become mentally retarded. നാട്ടുകാരുടെ മുന്നിൽ ചോദ്യചിഹ്നമായി. Become a question mark for the people around them. മറുപടി ഇല്ലാത്ത അന്തരീക്ഷമായി. There's no answer for this problem. 21 ദിവസം ഉപവാസം ആ പിതാവിരുന്നു. They took 21 days of fasting. അവർ വളരെ പ്രാർത്ഥന തുടങ്ങി. They started praying. പ്രാർത്ഥന ശക്തമായി. Prayer becomes stronger and പലരും stronger. പറഞ്ഞു അവർ പള്ളി വിട്ടു പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. Many people accused them and said, because this happened because you left the traditional church. ഹല്ലേലൂയ. Amen. എന്നാൽ എൻ്റെ വിവാഹം നടത്തിയ എൻ്റെ പാസ്റ്ററുടെ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. But the man of God said like this. എൻ്റെ മക്കളെല്ലാവരും ഭ്രാന്തന്മാരായി പോയാലും ഞാൻ ഇനിയും തിരിച്ചു പോകത്തില്ല. Even all my kids were like that. I'm not going to turn back. ഹല്ലേലൂയ. Amen. പ്രാർത്ഥന തുടങ്ങി. He started praying. 5, 6, 7, 8 ദിവസങ്ങൾ കഴിഞ്ഞു. After 5, 6, 7 days. ദിവസങ്ങളോളം കഴിഞ്ഞു. Many days. ആ 21 days ഫാസ്റ്റിംഗ് പൂർത്തീകരിക്കും മുമ്പ് When they completed 21 days of fasting. ഹല്ലേലൂയ. Hallelujah. ട്രിവാൻഡ്രത്തുനിന്ന് ഒരു ദൈവദാസൻ കടന്നു വരികയാണ്. One man of God came from Trivandrum. ഒരു പരിചയവുമില്ല. Hallelujah. They are not familiar to this man of God. ഹല്ലേലൂയ. അദ്ദേഹം വന്നിട്ട് അവിടെ ഈ വീടിന്റെ അഡ്രസ് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തു. God revealed this man of God the address of that house. ഹല്ലേലൂയ. Hallelujah. ഒട്ടും തെറ്റാതെ. Hallelujah. Without making any mistake. കൃത്യമായി മണർകാടുള്ള ഭവനത്തിലേക്ക് എത്തി. Hallelujah. He came to that house. ഹല്ലേലൂയ. Amen. അന്ന് ആ പ്രിയപ്പെട്ടവന്റെ സൗഖ്യത്തിന്റെ പകലായിരുന്നു. Hallelujah. That day was a day of healing for them. അദ്ദേഹം സൗഖ്യം പ്രാപിക്കുവാനിടയായി. He healed. ഞാൻ നിങ്ങളോട് പറയട്ടെ, let me tell you, സ്വർഗ്ഗം ചിലരെ നിയോഗിച്ചയച്ച് God has appointed certain ചില people. ബന്ധനങ്ങളെ അഴിക്കുവാൻ പോകുകയാണ്. God is going to break certain bondages. നഷ്ടപ്പെട്ടതൊക്കെ മടക്കി തരുന്ന ഒരു ദൈവം. God is going to give you back what you have lost. എത്ര പേർക്ക് ഈ പകൽ വിശ്വസിക്കാൻ കഴിയും? How many of us can believe it? ഇത് മാനസികമായി ഭാരപ്പെടുന്ന ജനം. Many people are burdened in their heart. മാനസികമായി തകരുകയാണ്. They are scattered. ഞങ്ങൾക്കൊരു വിശാലത വേണം. Hallelujah. Lord, we need an expansion. ഞങ്ങൾക്കൊരു വിടുതൽ വേണം. Hallelujah. Lord, we need a deliverance. നിങ്ങളുടെ റൂമിലിരുന്നു കൊണ്ട്, in your room, നിങ്ങൾ ആയിരിക്കുന്ന രാജ്യത്തിരുന്നു കൊണ്ട്, in the country where you live in, ഹല്ലേലൂയ, അലസമായിരിക്കരുത്. Hallelujah. Don't be lazy. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. Hallelujah. If you are ready to pray, എൻ്റെ കർത്താവേ, my Lord, പലതിനും എനിക്കൊരു വിടുതൽ ലഭിക്കുവാനുണ്ട്. Hallelujah. I need the deliverance for many പല things. മണ്ഡലങ്ങളിലും എനിക്ക് ക്രിയ നടക്കുവാനുണ്ട്. I need you to work in my life. ഇന്ന് എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. I need deliverance today, Lord. ചിലരെ നിയോഗിച്ച് നീ അയക്കുന്ന ദൈവമാണ്. Lord, you're going to send somebody who is appointed by you. ഹല്ലേലൂയ. Hallelujah. ഇതാ നാം നോക്കുക. Hallelujah. Let us look at this. അഭിഷക്തന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ The anointeds were praying. ഇതാ ഒരു പ്രവാചകൻ അവിടേക്ക് വരുന്നു. Here you see a man of God coming. എലീശയോട് പറയുകയാണ് അവർ. They are saying to Elisha, യജമാനനെ, Hallelujah, Master, ഞങ്ങൾ പാർക്കുന്ന ഇടം വളരെ ഞെരുക്കമാണ്. the place we live is small. ഞങ്ങൾക്കൊരു വിടുതൽ ആവശ്യം. We need a deliverance. ഞങ്ങൾക്കൊരു വിശാലത വേണം. We need a bigger place. യോർദാനോളം ഞങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുക. We are going to Jordan. ഒരു മരം മുറിക്കുവാൻ We are going to cut a ഞങ്ങളുടെ tree. കൂടെ ഒന്ന് വരണം. Can you come with us? നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? Hallelujah. Let us pray. പ്രാണപ്രിയ The Lord, അരുമനാഥനെ, Jesus, ഞങ്ങൾ പോകുന്നിടത്തേക്ക്, Hallelujah, can you come with us? എന്റെ ഔദ്യോഗിക മണ്ഡലങ്ങളിലേക്ക്, To my workplaces, എന്റെ ജോലി സ്ഥലത്തേക്ക്, or to my workplaces. ഹല്ലേലൂയ. Hallelujah. എന്റെ തലമുറകളുടെ അരികിലേക്ക്, Hallelujah, to my children, ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിനരികിലേക്ക്, to the place where I am. അങ്ങൊന്ന് വരണമേ. Can you come with me? അങ്ങൊന്ന് വരണമേ Jesus, കർത്താവേ. can you come with me? ഞാൻ ഒത്തിരി തകർന്നിരിക്കുകയാണ്. Hallelujah, hallelujah. ആരോടും പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയത്തില്ല. Hallelujah, I'm not sharing with anybody. എന്റെ ഭാരം ആരെ അറിയിക്കാൻ I'm not പറ്റത്തില്ല. saying to anybody my problems. ചർച്ച് പാസ്റ്ററോട് പറയാൻ എനിക്ക് I'm കഴിയത്തില്ല. not saying to my pastor. എന്റെ കൂട്ടു സഹോദരനോട് പറയാൻ കഴിയത്തില്ല. I'm not saying to
to my friends. ഞാൻ ഒത്തിരി ഭാരത്തിലാണ് ദൈവം. Hallelujah. I'm too much in burden, Lord. അങ്ങ് കൂടെ വന്നാൽ If you come with me, എനിക്കൊരു വിടുതലാണ്. there will be deliverance. അവർ കരയാൻ They തുടങ്ങിയപ്പോൾ started crying. യജമാനൻ അവരോട് കൂടെ കടന്നു പോവുകയാണ്. Elisha went with them. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും മരമുറിക്കുന്നു. Everybody is cutting tree. എല്ലാവരും മരമുറിക്കുകയാണ്. Everybody is cutting trees. ഇതാ ഇപ്പോൾ മരം മുറിക്കുന്ന ശബ്ദം അവിടെ കേൾക്കാം. All we can hear the sound of the cutting of the trees. അതിന് നടുവിലും വല്ലാത്തൊരു കരച്ചിൽ കേൾക്കാം. But we can hear a cry in between. Oh glory. Thank you, Jesus. Hallelujah. Hallelujah. പലവിധമാകുന്ന ശബ്ദത്തിന്റെ നടുവിൽ Hallelujah. You can see the cry. ഏതോ ഒരു മുറിക്കകത്തിരുന്ന് കരയുന്ന നിങ്ങളുടെ ശബ്ദം അവിടെ എത്തത്തില്ലയോ? Hallelujah. God is hearing. Hallelujah. The cry of your heart. ഈ വാഹനങ്ങളുടെ ശബ്ദം, Hallelujah. The sound of these vehicles. വിവിധമാകുന്ന തിരക്കുകൾ, Hallelujah. The busyness of life. ഒത്തിരി ഒച്ചപ്പാടുകൾ, Too much noises. നിന്റെ ശബ്ദം ആരും കേൾക്കുന്നില്ലല്ലേ? Hallelujah. Nobody is hearing your sound. ഈ ബഹളത്തിന്റെ നടുവിലും In between these noises. Hallelujah. നെടുവീർപ്പെടുന്ന നിന്റെ ശബ്ദം Amen. അരുമനാഥന്റെ കാതിൽ The മുഴങ്ങും. Lord is hearing your cry. Glory. Hallelujah. 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 ആ മരം മുറിക്കുന്ന ശബ്ദം, Hallelujah. The sound of the cutting of the tree. യോർദാന്റെ കുത്തൊഴുക്ക്, Hallelujah. The sound of the sea, the river of Jordan. ഇതിന് നടുവിൽ ഒരു കരച്ചിൽ. Hallelujah. There's a cry in between. അയ്യോ യജമാനനെ, Oh Lord. Oh Master. അത് വായ്പ വാങ്ങിയതായിരുന്നു. Oh Master, that axe was borrowed. എന്റെ യജമാനനെ, My Lord and my Master. അത് വായ്പ That വാങ്ങിയതായിരുന്നു. was a borrowed axe. എന്റെ It സ്വന്തമല്ലായിരുന്നു. is not mine. അതെന്റേതല്ല It യജമാനനെ. is not mine. വെള്ളത്തിൽ വീണുപോയി. Hallelujah. I lost it. ഇന്ന് പകൽക്കാലം This morning, നിങ്ങൾക്ക് ഒരു നഷ്ടബോധമുണ്ടെങ്കിൽ, if you have that sense of lost, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടെന്നൊരു ബോധമുണ്ടെങ്കിൽ, if you lost, hallelujah, the prayer life in the past, അന്നത്തെ ആത്മീയ സന്തോഷം if നഷ്ടപ്പെട്ടെന്നൊരു you think that you നഷ്ടബോധം, lost the spiritual gladness that you had in the past, പലതും നഷ്ടപ്പെട്ടെന്നൊരു ബോധ്യം അകത്തുണ്ടെങ്കിൽ, if you have that hallelujah feeling in your heart that you lost the spiritual, ഈ പകൽ നിങ്ങൾ കരയാൻ തയ്യാറാകാൻ, but if you are willing to cry this morning, അത് മടക്കി തരുവാൻ സ്വർഗം ശക്തനാണ്. and God is hallelujah faithful to give you back. അവൻ നിലവിളിക്കുവാൻ തുടങ്ങി. He started crying, യജമാനൻ ചോദിച്ചു, എവിടെയാ കുഞ്ഞെ വീണത്? and the master asked him, where did it fell? ഈ വചനം നിങ്ങൾക്കറിയാവുന്ന വചനമാണ്. You know this portion of the Bible. പക്ഷെങ്കിൽ ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുക പരിശുദ്ധാത്മാവ്. But the Lord is talking to you this morning. ഇന്ന് പകൽ നിങ്ങളത് ചൂണ്ടിക്കാണിക്കുവാൻ If you can show God where you have നിങ്ങൾ fallen, തയ്യാറാകുമെങ്കിൽ, if you are willing to show Lord your failures, ഇന്ന ഭാഗത്താണ് തകരാറ് സംഭവിച്ചത്. hallelujah, if you are going to show him the exact place you lost things. ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. Hallelujah, every day I pray a prayer. ഇവിടെ തരുന്ന നന്മകളൊക്കെ എൻ്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമാണെങ്കിൽ, Amen. Lord, hallelujah, I used to pray like that every morning. Lord, if the blessing that you are giving to me from this land, എൻ്റെ ബന്ധങ്ങളൊക്കെ നിത്യതയ്ക്ക് തടസ്സമാണെങ്കിൽ, if it is, hallelujah, anyway hindering the eternity, എനിക്ക് തരുന്ന നന്മകൾ, ഞാൻ നേടുന്ന നേട്ടങ്ങൾ നിത്യതയ്ക്ക് തടസ്സമാണെങ്കിൽ, if anything that hindering, hallelujah, the eternity with the blessing that you have given me in this land, എനിക്കതൊന്നും വേണ്ട കർത്താവേ. Lord, I don't want that blessing. നിത്യതയ്ക്ക് തടസ്സമായ ഒരു അനുഗ്രഹം എനിക്ക് വേണ്ട. We don't want anything which is not for the eternity. ഗ്ലോറി. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എൻ്റെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥന അതാണ്. That is my prayer every day. അപ്പാ, Father, നിത്യതയ്ക്ക് തടസ്സമായതൊന്നും എനിക്ക് വേണ്ട. I don't want anything which is not against, which is not, hallelujah, for the eternity. Amen. ജീസസ്. Hallelujah. ജീസസ്. Jesus. ജീസസ്. Thank you, Lord. ജീസസ്. Hallelujah. ഹല്ലേലൂയ. Oh, Jesus. കരയാൻ തുടങ്ങിക്കുക ദൈവമക്കളെ. Hallelujah. Let us start praying. നിലവിളിക്കുവാൻ തുടങ്ങിക്കുക. Let us pray. ഉണ്ടെന്നുള്ള തോന്നലുകളൊക്കെ ഒന്ന് ഉപേക്ഷിച്ചേ. Hallelujah. Let us, hallelujah, hallelujah, not think that, hallelujah, we have something. എന്തൊക്കെയോ എൻ്റെ കയ്യിലുണ്ട്. Don't think that we have something. എനിക്ക് എന്തൊക്കെയോ അറിയാം. Don't think that I know something. ഞാൻ എന്തൊക്കെയോ നേടി. Hallelujah. Don't think that we gained ഞാൻ something. എന്തൊക്കെയോ പ്രാപിച്ചു Don't think that we achieved something. എന്നുള്ള ചിന്തയൊക്കെ ഒന്ന് വിട്ടിട്ട്, Hallelujah. Hallelujah. Let us not think like that. ഒന്നുമില്ലപ്പാ, Lord, tell him, we don't have nothing. എനിക്ക് ചിലത് നഷ്ടപ്പെട്ടു. We have lost something.
ഗ്ലോറി. Glory to God. അവൻ കരയാൻ തുടങ്ങി. He started crying. യജമാനനെ ചൂണ്ടിക്കാണിച്ചു. Hallelujah. They showed him the place. യജമാനൻ കോല് വെട്ടി ഇവിടെ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ Hallelujah. The master, hallelujah, throw a stick. നഷ്ടപ്പെട്ടു പോയ ആയുധം പൊങ്ങി വരികയാണ്. Hallelujah. We can see that the weapon, hallelujah, the axe came out from the water. നിങ്ങൾക്കും എനിക്കും നഷ്ടപ്പെട്ട ചിലതിനെ സ്വർഗം മടക്കി തരും. God is going to give you something which you have lost. വെള്ളത്തിൽ അത് നഷ്ടപ്പെട്ടു പോയി. Already he lost in the water. ഒരിക്കൽ പ്രാപിച്ച കൃപാവരങ്ങൾ, Already the gifts of the Holy Spirit you have ഒരിക്കൽ gained one പ്രാപിച്ച time. അഭിഷേകം, The anointing that you have, ഒരിക്കൽ പ്രാപിച്ച ദൈവ സാന്നിധ്യം Hallelujah, the presence of God in your life. നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ If you lost that, ഇന്ന് പകൽ അത് മടക്കി തരുവാൻ സ്വർഗം but ആഗ്രഹിക്കുന്നു. God is faithful to give you back today. വീട്ടിൽ നഷ്ടപ്പെട്ടു പോയതാ, Hallelujah. If you lost in the house, ഹല്ലേലൂയ, മടക്കി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. He is willing to give you back. ഹല്ലേലൂയ. Hallelujah. ഇതാ ഒരു പെൺകുട്ടി വീട് അടിച്ച് വൃത്തിയാക്കുകയാണ്. Hallelujah. There is a girl, hallelujah, is trying to clean the house. അവൾ പൊട്ടിക്കരയുകയാണ്. She started crying. അവൾ നിലവിളിക്കുകയാണ്. He started crying. അവൾക്ക് ഭക്ഷണം വേണ്ട. Hallelujah. She doesn't want food. അവൾ നിലവിളിക്കുകയാണ്. Hallelujah. She is crying aloud. കൈവിടപ്പെടാൻ സാധ്യതയുണ്ട്. Hallelujah. She lost something. അവൾ മാനസികമായി തകരുന്നു. Hallelujah. Praise the Lord. ഹല്ലേലൂയ. Amen. ഒരു ദ്രവ്യം അവൾക്ക് നഷ്ടപ്പെട്ടു പോയി. Hallelujah. She lost something. ഹല്ലേലൂയ. Amen. യജമാനൻ കൊടുത്തതാ. Hallelujah. The master gave her. ഹല്ലേലൂയ. Amen. പക്ഷേ അവൾക്ക് അത് നഷ്ടപ്പെട്ടു പോയി. But she lost that. ഗ്ലോറി. Amen. കണ്ടു കിട്ടിയപ്പോൾ Hallelujah. When she found it, വീടടക്കം ആനന്ദിച്ചു. the whole household were rejoicing. വീടടക്കം ആനന്ദിക്കത്തക്കവണ്ണം Hallelujah. The whole household rejoicing. ദൈവം അത് മടക്കി തരാൻ പോകുകയാ. God is going to give you back. വിശ്വസിക്കുക മാത്രം ചെയ്യ്. Just believe. കൂട്ടിൽ നഷ്ടപ്പെട്ടതാ, Hallelujah. In the house we lost. അതും മടക്കി തരാൻ പോകുകയാ. God is going to give you back. ഒരാടിനെ നഷ്ടപ്പെട്ടു. He lost a sheep. യജമാനനെ നഷ്ടപ്പെട്ടു പോയാണ്. Hallelujah. The loss which is lost for the master. ഇടയൻ അതിനെ തേടിപ്പോകുകയാണ്. Hallelujah. About the shepherd is looking for it. അതിന്റെ പേര് ചൊല്ലി He വിളിക്കുകയാണ്. is calling by name. ഗ്ലോറി. Amen. എവിടെയോ കുരുങ്ങി കിടക്കുന്നു. Hallelujah. He is, hallelujah, stuck somewhere. അതേ യജമാനൻ അതിന്റെ പേര് വിളിക്കുമ്പോൾ When the master called the name, അതിന്റെ കരച്ചിൽ യജമാനന് കേൾക്കാം. but the master can hear the sound of his crying. അതിന്റെ കരച്ചിൽ യജമാനന് കേൾക്കാം. The master is hearing the sound of his അദ്ദേഹം crying. തേടി തേടി തേടിപ്പോകുകയാണ്. He is looking and searching for him. അങ്ങകലെ ചെന്നപ്പോൾ When he reached there, പുറത്തു വരുവാൻ കഴിയാതെ അത് കുരുങ്ങിക്കിടക്കുകയാണ്. hallelujah, he is, hallelujah, surrounded by the thorn bushes. ഒരിക്കൽ നിങ്ങളോട് കൂടെ ആരാധിച്ചവർ, Hallelujah. The people who worship, ആത്മീയ സന്തോഷം അനുഭവിച്ചവർ, people who, hallelujah, worship ദൈവ together, കൃപയിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ they were turned away from God. യജമാനൻ അതിനെ മടക്കിക്കൊണ്ടുവരാൻ പോകുകയാണ്. The Lord is going to bring them back. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആ കുരുക്കുകൾ അഴിക്കുകയാണ്. Hallelujah. God is removing the നീ bondages. ഒറ്റപ്പെട്ട് നടക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. Hallelujah. God is not, hallelujah, asking you to go alone. നീ Hallelujah. കുരുങ്ങിക്കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. God is not willing, hallelujah, to be ആഴത്തിൽ in bondage. ആഴത്തിൽ തകർന്നു കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. God is not, hallelujah, desiring you to be destroyed. കൂട്ടം വിട്ടുപോയ ചിലതിനെ Hallelujah. God is going to bring back certain people. മടക്കിക്കൊണ്ടുവരാൻ ദൈവം God is going to പദ്ധതിയിടുകയാണ്. bring them back. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many of us can believe tonight? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, Children of God, കർത്തൃദാസന്മാരെ, men of God, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെയൊക്കെ ദൈവം മടക്കി തരാൻ God is പോകുകയാണ്. going to give you back what you have lost. ഇന്ന് വിശ്വസിക്കാൻ കഴിയുമോ? Can we believe it? വിശ്വസിക്കാൻ കഴിയുമോ? Can we believe it? വിശ്വസിക്കാൻ കഴിയുമോ? Can we believe it? ഓ റബ Thank you, ശാന്തലാ Jesus. കനാദി. Hallelujah. Hallelujah. Glory. Oh, hallelujah. 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 In the name of Baraka Jesus. mashandala kamara balaka. Hallelujah. 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 Jesus. Oh, we bless your name. കർത്താവ് ചിലത് മടക്കി തരുവാൻ പോകുകയാ. God is going to giving you back. Hallelujah. നഷ്ടപ്പെട്ടു പോയ തലമുറയെ മടക്കി തരുന്നത്. God is going to give you back. Hallelujah, children. ഈ തലമുറയെ ഓർത്തൊരപ്പൻ പൊട്ടിക്കരയുകയാണ്. Hallelujah, there's a man, hallelujah, is crying for his son. മോനെ നീ എവിടെയാണ്? Hallelujah, son, where are you? നീ എവിടെയാണ് കുഞ്ഞേ? Son, where are you? എനിക്ക് നിന്നെ കാണണം. I want to see you. നീ മരിച്ചു പോയോ? Are you dead?
നീ മരിച്ചുപോയോ? Are you dead? ഇല്ല, അവൻ മരിച്ചിട്ടില്ല. He didn't die. അവൻ മടങ്ങി വരും. He's going to come back. അവൻ മടങ്ങി വരും. He is coming back. അപ്പന്റെ ഹൃദയത്തിലെ ആഗ്രഹമാ. Hallelujah. That is the desire of the Father. അപ്പനറിയാ. Hallelujah. He knows. The Father knows. വസ്ത്രം അവന് നഷ്ടപ്പെട്ടു പോയി. Hallelujah. He knows that he lost the dress. അവന്റെ മോതിരം അവന് നഷ്ടപ്പെട്ടു He പോയി. lost his ring. അവന്റെ ചെരുപ്പ് അവന് He നഷ്ടപ്പെട്ടു lost പോയി. his sandals. Glory. Amen. പുതിയത് മേടിച്ചു വെച്ചിരിക്കുക. Hallelujah. He has bought new things for his son. നഷ്ടപ്പെട്ടവനായി അവൻ മടങ്ങി വരും. He is going to come back with everything he has lost. Glory. Oh, thank you, Lord. Hallelujah. Amen. Hallelujah. Oh, hallelujah. Hallelujah. Oh, glory. Oh, thank you, Lord. പിതാക്കന്മാരെ, Hallelujah. Fathers, മാതാക്കളെ, mothers, നിങ്ങളുടെ തലമുറയെ ഓർത്ത് നിങ്ങൾ കരയുന്നുണ്ടോ? you are crying for your children. Glory. Hallelujah. നിങ്ങളുടെ തലമുറകളെ ദൈവം നിങ്ങൾക്ക് മടക്കി തരുമെന്നേ. God is going to give you your children back. Hallelujah. ദൈവാത്മാവ് തന്നത് തന്നെ ഞാൻ ഈ പറയുന്നത്. Hallelujah. I'm saying only what God said to me. ഇന്ന് എനിക്കൊരു നിയോഗം ഉണ്ടായിട്ട് കർത്തൃദാസന് ഞാൻ ട്രാൻസ്ലേഷൻ Hallelujah. God has hallelujah told me to translate this message. Glory. Hallelujah. Hallelujah. കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലാകണം. Hallelujah. I want the children to understand this. വിവിധ ഭാഷക്കാർക്ക് I മനസ്സിലാകണം. want many people to understand this thing. Glory. Hallelujah. This message. ദൈവം ചിലത് മടക്കി തരുമെന്നേ. God is going to give you back. നിങ്ങൾ തളർന്നു പോകരുത്. Hallelujah. Don't be disheartened. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയെ കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ടല്ലോ. You have a hope for your children, your generation. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ടല്ലോ. Hallelujah. There is a hope for your children. നിങ്ങൾക്കൊരു കണക്ക് കൂട്ടലുണ്ടല്ലോ. You have a calculation. You have a hope for your നിങ്ങളുടെ children. തലമുറയെ കുറിച്ച് നിങ്ങൾ ഒരു ചിത്രം വരച്ചിട്ടുണ്ടല്ലോ. You have a picture about your children in your heart. Hallelujah. ഇത്ര നിങ്ങൾ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. You have not shown to anybody that picture, that vision of your heart. അത് നിങ്ങളുടെ ഹാർട്ടിൽ നിങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. Hallelujah. This is hallelujah drawn in your heart. നിങ്ങളുടെ ഭാര്യയോട് അത് പറഞ്ഞിട്ടില്ല. You never said this to your wife. നിങ്ങളുടെ ഭർത്താവിനോട് അത് You പറഞ്ഞിട്ടില്ല. never shared this with your husband. എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് Hallelujah. You praying for everybody after you praying for everybody. നിങ്ങളുടെ തലമുറയെ ഓർത്ത് നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ Hallelujah. When you praise for your children. ആ ചിത്രം നിങ്ങൾ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് Amen. Hallelujah. You see that picture from your heart. നിങ്ങൾ നെടുവീർപ്പെടുന്നതും Hallelujah. Hallelujah. Become hallelujah sorrowful. നിങ്ങളുടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരും Hallelujah. The tears that സ്വർഗം മറന്നിട്ടില്ല. and the Lord never forgets that. Glory. Hallelujah. അവൻ മടങ്ങി വരുമെന്നേ. He will come back. അവൾ മടങ്ങി വരുമെന്നേ. She will come back. നിങ്ങളോട് ചേർന്ന് നിൽക്കുമെന്നേ. He will stay with you. ശുശ്രൂഷയ്ക്ക് ആശ്വാസമാകുമെന്ന്. Hallelujah. She'll be a blessing to your ministry. കുടുംബത്തിന് ആശ്വാസമാകുമെന്ന്. She'll be a comfort to your family. വിശ്വസിക്കാൻ കഴിയുമോ? Can you believe it? വിശ്വസിക്കാൻ Can you കഴിയുമോ? believe it? നിങ്ങൾ വിശ്വസിക്ക. Believe it. ആരോടൊക്കെയോ ഞാൻ സംസാരിക്കുന്നു. I'm talking to certain people. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. The Holy Spirit talking to certain people. Oh, thank you, Jesus. Holy Spirit is talking. Jesus. Jesus, hallelujah. 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 നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. The Lord is talking to you. നിങ്ങൾ വരച്ച ചിത്രം പാഴാകത്തില്ല. Hallelujah. That picture that you have drawn in your heart is never going to be a waste. ആ ചിത്രം മായ്ച്ചു കളയാൻ സാഹചര്യങ്ങൾക്ക് കഴിയത്തില്ല. Hallelujah. No circumstance can, hallelujah, erase that picture from your heart. ഒരൊറ്റ സാഹചര്യങ്ങൾക്കും Hallelujah. Even no circumstances. ആത്മനിറവിൽ നിങ്ങളുടെ തലമുറയെ കുറിച്ച് വരച്ച ചിത്രം മായ്ക്കാൻ കഴിയത്തില്ല. Hallelujah. Nobody can erase that picture you have drawn in your heart with the appointment, anointing of the Holy Spirit. Hallelujah. Jesus. Thank you, Lord. Jesus. 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 Hallelujah. Hallelujah. മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിക്കുന്നത് കാണുമ്പോൾ When you see other children were used by God, നിങ്ങളുടെ കൂടെയും കർത്താവ് കാണുന്നുണ്ട്. hallelujah, God is showing, hallelujah, seeing your heart with sorrowful. കർത്താവേ, നീ എന്നോട് സംസാരിച്ചതായിരുന്നല്ലോ. Lord, you spoke to me. അങ്ങനെക്ക് തന്നൊരു ദർശനമുണ്ടല്ലോ. There's a vision that you have shown me, Lord. അതിനനുസൃതമായിട്ടല്ലോ ഇപ്പോൾ നീങ്ങുന്നത്. But nothing is happening according to that vision. എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ട്. You are burdened your heart many times. ഭാരപ്പെടരുത്. Don't be disheartened. ഇതേ അവൻ തിരിച്ചു വരുന്നു. They, hallelujah, look at, he is coming back. Hallelujah. 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 നിന്റെ അപ്പത്തെ വെള്ളത്തിലേക്ക് എറി. Hallelujah. Cast your bread upon the water. നാളുകൾ കഴിയുമ്പോൾ നിന്റെ അടുക്കലേക്ക് It will come back to you in Jesus' name. ഞാൻ Amen. വായിച്ച വാക്യത്തിൽ നിന്ന് ഞാൻ വളരെ വിദൂരങ്ങളിലേക്ക് മാറിപ്പോയി. Hallelujah. I have gone away from the verse which we previously read. Hallelujah. Amen. വായിച്ച വാക്യത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. I cannot go back to that verse again. എന്നാൽ പ്രിയരേ, But the children of God, ഇതാ പ്രാർത്ഥിക്കുന്ന അപ്പൻ, hallelujah, the praying Father,
ഒരു മോതിരം മേടിച്ചു വെച്ചിരിക്കുകയാണ്. He bought a ring for his son. ചെരുപ്പ് മേടിച്ചു വെച്ചിരിക്കുകയാണ്. He bought a sandal for his son. വസ്ത്രം മേടിച്ചു The new വെച്ചിരിക്കുകയാണ്. dress for his son. ഇതാ അങ്ങനെ എന്ന മകൻ വരുന്നു. Hallelujah. The son is coming back. പ്രാകൃതനായിട്ടാണ് വരുന്നത്. Hallelujah is coming. Hallelujah. 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 An uncivilized man. അവനെ കണ്ടാൽ ഇപ്പോൾ മനസ്സിലാകത്തില്ല. We cannot understand him. പക്ഷേ But അപ്പനറിയാം. Father knows. ഗ്ലോറി. Hallelujah. ഹല്ലേലൂയ. Amen. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം ആ വാതിൽക്കൽ വന്നിരിക്കും. Hallelujah. Every day the father come to that door and looking for his son. രാത്രി മുഴുവനും പ്രാർത്ഥിക്കും. He prayed whole night. രാവിലെ നോക്കും. He will look at, hallelujah, through the door. അങ്ങകലെ എന്നൊരു രൂപം കാണുമ്പോൾ Hallelujah. When would he see an image from afar? തന്റെ അകത്തൊരു ചിന്തയുണ്ട്. Hallelujah. He thinks അതെന്റെ മകനായിരിക്കുമോ? that would be his son. ഗ്ലോറി. Hallelujah. അല്ലെന്ന് കാണുമ്പോൾ ഹൃദയത്തിന് ഭാരം. When he knows that is not his son, hallelujah, he become disheartened. ഗ്ലോറി. Hallelujah. ഒരു ദിവസം വരുന്നു. But one day he is coming. അവനൊരു തീരുമാനമെടുത്താ വരുന്നത്. Hallelujah. He made a decision before he came. അവൻ വേണമെങ്കിൽ എന്നോട് വന്ന് ക്ഷമ പറയട്ടെ എന്ന് അപ്പൻ ചിന്തിച്ചില്ല. Father never think that, hallelujah, the son won't say sorry to him. പലർക്കും പറ്റുന്ന പരാജയം അവിടെയാണ്. Many people make this mistake, same mistake. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ തകർന്നു പോയ കുഞ്ഞിനെ ഒന്ന് കെട്ടിപ്പിടിക്കാനുള്ള മനസ്സ്. Hallelujah. If you can hug your, hallelujah, that child, hallelujah, which is away from you. ആ മോളെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ്. Can you hug and make closer to you? ആ മോനെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള മനസ്സ്. Closer to you. ഞാൻ അപ്പനാ. I am the father. ഞാൻ അമ്മയാ. I am the mother. വേണേ ഇങ്ങോട്ട് വരണമെന്നല്ല. Hallelujah. Don't think that let him come to me. അവന്റെ ആ തകർച്ച കണ്ടിട്ട് Hallelujah. You see his condition. അവനെ ശപിക്കാതെ, Don't curse him. അവനെ തള്ളിക്കളയാതെ, Don't, hallelujah, send him അവനെ away. വെറുക്കാതെ Don't hate him. അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ Can you love him? അതവൻ ആഗ്രഹിക്കുന്നു. He desires it. അതാ മകൾ ആഗ്രഹിക്കുന്നു. She desires it. ആ അപ്പന്റെ തലോടൽ, Hallelujah. The touch of the father. ആ അപ്പന്റെ കരുതൽ. Hallelujah. The caring of his father. അവനറിയാം അപ്പനെ തൊടാൻ പറ്റാത്ത നിലയിൽ ഞാനൊരു തകർന്ന പാത്രമാണ്. The son knows that he is not worthy. Even the father can touch him. അവനറിയാം അപ്പൻ എന്നെ തൊടത്തില്ലെന്ന്. He knows that father is not going to touch him. ഗ്ലോറി. Hallelujah. അവന്റെ ആ ചിന്താമണ്ഡലങ്ങൾക്കപ്പുറമായിട്ട് നാം ഇറങ്ങിച്ചെല്ലണം. Hallelujah. We have to go beyond his thinking and his imagination. ആരോടൊക്കെയോ ഞാൻ സംസാരിക്കുന്നു. Hallelujah. I'm talking to some people. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിലും Hallelujah. Even if your daughter or son doesn't talk to you, നിങ്ങൾ സംസാരിക്കണം. but you have to talk to them. ഗ്ലോറി. Hallelujah. നിങ്ങൾ സംസാരിക്കണം. You should talk to them. നിങ്ങൾ ചെല്ലണം അവൻ്റെ അടുത്തേക്ക്. You should go to him. ഹല്ലേലൂയ. അവൻ ഇങ്ങനെ കടന്നു വരുമ്പോൾ Hallelujah. When he comes to you, അവൻ തീരുമാനിച്ച് ഞാൻ പപ്പായോട് ക്ഷമ പറയുന്നു. hallelujah, the son decided to say sorry to his father. ക്ഷമയൊന്നും പറയാൻ അവിടെ സമയം കിട്ടി കാണത്തില്ല. There's no time to say sorry. പൊട്ടിക്കരച്ചിലായിരുന്നു. He started crying. ഓ, Hallelujah. അപ്പനങ്ങോട്ട് ചെല്ലുന്നത് കണ്ടപ്പോൾ Hallelujah. When he see the father is coming towards him, അവന്റെ ചിന്താമണ്ഡലങ്ങൾക്കപ്പുറമായി beyond his thinking and imagination. അപ്പന്റെ പ്രതികരണം. Hallelujah. The father's response. മോനെ എല്ലാം തകർന്നില്ലടാ. Hallelujah. Son, you have lost everything. ഞാൻ തന്ന വസ്ത്രം തകർന്നു പോയില്ലേ. Hallelujah. The dress I gave you, which you lost. നിന്റെ കാലിന് ഒത്തിരി മുറിവേറ്റിട്ടുണ്ടല്ലേ. Hallelujah. Your leg is bruised now. ചെരുപ്പൊക്കെ നിനക്ക് You നഷ്ടപ്പെട്ടില്ലേ. lost the sandals. നോ പ്രോബ്ലം. No problem. നീ ഇനി വന്നാ മതി. You just have to come back. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. I'm waiting for you. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. I was waiting for you. കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന He hugged him and kissed him. ഗ്ലോറി. Hallelujah. ഹല്ലേലൂയ. Hallelujah. അവര് നഷ്ടപ്പെട്ടു പോയ മോതിരം അവന്റെ കൈക്ക് കൊടുക്കുന്നു. Hallelujah. He has given a new ring which he has lost. അവനെ പുത്രത്വത്തിലേക്ക് മടക്കി വരുത്തുന്നു. Hallelujah. He was redeemed to his sonship. സമാധാനത്തിന്റെ സുവിശേഷമാകുന്ന ചെരുപ്പ് കാലിൽ കൊടുക്കുന്നു. Hallelujah. He's giving, hallelujah, the sandal of the preparing of the gospel. നഷ്ടപ്പെട്ടു പോയ രക്ഷയുടെ വസ്ത്രം മടക്കി കൊടുക്കുന്നു. He's giving back the dress of salvation. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽ This morning, നിങ്ങളുടെ തലമുറയെക്കുറിച്ചുള്ള ചിത്രം, hallelujah, the picture that you have shown in your heart about your generations. അതെ, Amen. നഷ്ടമാകത്തില്ല. Hallelujah. It will not be a lost. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്നു. God is the God who is redeemed which you have lost. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many of us believe it?
എത്ര പേർ വിശ്വസിക്കുന്നു? How many of us believe നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം മടക്കി തരാൻ God is പോകുകയാണ്. going to give you back what you have lost? നിങ്ങൾക്ക് സമാധാനം തരാൻ പോകുകയാണ് He's ദൈവം. going to give you peace. നിങ്ങൾക്ക് സ്വസ്ഥത തരാൻ പോകുകയാണ് He's going to ദൈവം. give you calmness. എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം Every ആഗ്രഹിക്കുന്നു. areas of life, God is going to എല്ലാ bless. തലങ്ങളിലും നിങ്ങളെ ഉയർത്തുവാൻ ദൈവം Every ആഗ്രഹിക്കുന്നു. planes of your life, God is going to lift you up. ഹല്ലേലൂയ. Hallelujah. Praise the Lord. ബേഥേൽ Hallelujah. കേരള ചർച്ചിനെ ദൈവം അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. This church, the Bethel Kerala Church, is going to be blessed. ലോക്ക്ഡൌൺ അവിടെ കിടക്കട്ടെ. Hallelujah. Don't think about the lockdown. കൊറോണ അവിടെ നിൽക്കട്ടെ. Don't think about the corona. ഹല്ലേലൂയ. Amen. Amen. അതവിടെ നിൽക്കട്ടെ. Let us stay there. നമ്മെ കുറിച്ചുള്ള ദൈവിക പദ്ധതിക്കായി ഏൽപ്പിച്ചു കൊടുക്കാം. Hallelujah. Let us submit our lives to the plan and purpose of God. ഹല്ലേലൂയ. Hallelujah. ആണേ. Hallelujah. Here we read. നീ തോട്ടങ്ങൾക്കൊരു നീറുവയാ. Hallelujah. You have a well to the garden. Glory. Amen. Hallelujah. 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 Thank you, Jesus. സഭയും കാന്തനും തമ്മിലുള്ള ബന്ധം എത്ര ശ്രേഷ്ഠമാണ്. This is the relationship between the Lord and his church. Glory. Amen. Hallelujah. Amen. അവിടെ പറയുകയാണ്, ശൂന്യങ്കാരത്തി പറയുന്നൊരു പദമുണ്ട്. Hallelujah. There's a word the Shunammite girl says. 5-ാം അധ്യായത്തിലാ. Let us come to chapter 5, 3-ാം വാക്യം. verse 3. എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? Hallelujah. I have removed my dress. How I'm going to wear it again? എൻ്റെ കാലുകളെ ഞാൻ കഴുകിയിരിക്കുന്നു, അതിനെ മലിനമാക്കുന്നത് എങ്ങനെ? My feet have washed. How am I going to, hallelujah, make it dirty again? എൻ്റെ കാല് ഞാൻ കഴുകി. I washed my feet. ഞാൻ ആഴമായ ഒരു ശുദ്ധീകരണം പ്രാപിച്ചു. I have a deep cleansing in my life. എൻ്റെ പ്രാണപ്രിയന് വേണ്ടി, For my bridegroom. എൻ്റെ വീണ്ടെടുപ്പുകാരന് വേണ്ടി, For my redeemer. ഞാൻ അവന് വേണ്ടി പ്രതിഷ്ഠാ ജീവിതം ഉള്ളവനാണ്. I committed my life for him. എൻ്റെ പഴയ വസ്ത്രം ഞാൻ ഊരിക്കളഞ്ഞു. I removed my old garments. ഗ്ലോറി. Glory to God. ഞാൻ പുതിയ മനുഷ്യനായി I തീർന്നിരിക്കുന്നു. became a new man. അവനുമായി ഞാൻ ആഴമായ ഒരു ഉടമ്പടി ചെയ്തു. Hallelujah. I made a deep commitment with my bridegroom. എൻ്റെ കര ഞാൻ അവന് കൊടുത്തു. Oh. എൻ്റെ ഹൃദയം ഞാൻ അവന് കൊടുത്തു. My heart has given to him. അവനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. Hallelujah. I said to something to him. ഞാൻ നിനക്കുള്ളവളാണ്. I am yours. അവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. He said to me something. ഞാൻ നിനക്കുള്ളവനാണ്. I am yours. അന്ന് ഞാനൊരു ശബ്ദം കേട്ടു. I heard a sound that day. ഞാൻ നിന്നെ കൈവിടുകയില്ല. I will never leave you. ഞാൻ നിന്നെ I ഉപേക്ഷിക്കുകയില്ല. will never forsake you. ഞാൻ നിന്നെ ഒരു നാളും I കൈവിടുകയില്ല. will never leave you. ഹല്ലേലൂയ. Hallelujah. വിശ്വസിക്കുന്ന ദൈവമൈതലേ, Hallelujah, children of God. ഒരിക്കലും കൈവിടാത്ത നല്ല നാഥൻ He will never leave us. നമ്മുടെ കൂടെയുണ്ട്. He always with us. അവൻ നമ്മുടെ പ്രാണപ്രിയനാണ്. He is our bridegroom. ഹല്ലേലൂയ. Hallelujah. അവിടെ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്, Here we read chapter 4 verse 12. എൻ്റെ സഹോദരി, Hallelujah, a garden locked in my sister, എൻ്റെ കാന്തേ, my bride, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, a spring locked, a fountain sealed, അടച്ചിട്ടിരിക്കുന്ന ഒരു നീറുറവ, a fountain which is sealed. മുദ്രയിടപ്പെട്ടൊരു കിണർ. Hallelujah, locked spring. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Hallelujah. എൻ്റെ കാന്ത, My bride. എൻ്റെ സഭ, Hallelujah, my church, ദൈവസഭ, God's church. ഹല്ലേലൂയ, Amen. കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ്. Hallelujah, this is a fountain sealed, a spring locked. ഗ്ലോറി. Hallelujah. അന്ധകാരം അതിനകത്ത് പ്രവേശിക്കാൻ പാടില്ല. Hallelujah. Hallelujah. Let not the darkness come to the church. ദൈവഹിതമല്ലാത്തതൊന്നും അതിൽ പ്രവേശിക്കാൻ പാടില്ല. Hallelujah. We do not want anything which is not the will of God in the church. കെട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. Which is a fountain sealed. ഉപദേശത്താൽ കെട്ടപ്പെട്ട. Hallelujah. This is sealed, the doctrine of the word of God. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതത്താൽ തീർത്ത മതിലുകൾ. Hallelujah. With the holy life. Glory. That is a fence of the church. ഇതിനകത്ത് അശുദ്ധമായതൊന്നും പ്രവേശിക്കാൻ കഴിയത്തില്ല. Hallelujah. Nothing unclean can come to the church. അത്രമാത്രം സൂക്ഷിക്കപ്പെട്ടതാ ദൈവസഭ. This is hallelujah, 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 guarded by the Spirit of God. ഇവിടെ പറയുകയാണ്, Amen. നീ ഒരു തോട്ടമാണ്. You are a garden. പഴയ നിയമസഭ ഒരു തോട്ടമാണ്. The Old Testament church is a garden. അവന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. We can see the book of Isaiah, 5-ാം അധ്യായത്തിൽ. for chapter 5. ഹല്ലേലൂയ. Amen. നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. You can see that. അത് ഒരു മുന്തിരിത്തോട്ടമാണ്. That is a vineyard. ഹല്ലേലൂയ. Hallelujah. അത് അവിടെ നമുക്ക് കാണുവാൻ നല്ല വക മുന്തിരിയാണ് നട്ടത്. Hallelujah. We can see that. Hallelujah. The good kind of grapes were already planted. നടുന്നതിന് മുൻപ് Before it was planted, കല്ലുകൾ പറക്കി കളഞ്ഞു. Hallelujah, removed the stones. ഹല്ലേലൂയ. Hallelujah. അതിന് വേലി കെട്ടി. He made a fence. മതിലിട്ടു. Hallelujah. He made fence. നടുക്കൊരു ചക്ക് തീർത്തു. Hallelujah. He made
he made something to crush the wine. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen. നല്ല വക മുന്തിരിവള്ളി നട്ടു. Hallelujah. He planted the good kind of wine. ഓ, Amen. ആമേൻ. Amen. ഇനി യജമാനൻ കാത്തിരിക്കുകയാണ്. Hallelujah. Now the master is waiting. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Hallelujah. അപ്പൊ സഭ ഒരു മുന്തിരിത്തോട്ടമാണ്. Hallelujah. The church is a vineyard. പുതിയ നിയമസഭയും ഒരു മുന്തിരിത്തോട്ടമാണ്. The New Testament church is a vineyard too. യോഹന്നാന്റെ സുവിശേഷം പ്രായം Hallelujah. Gospel of John chapter 15. 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ 1 to 5. സഭ ഒരു തോട്ടമാണ്. Hallelujah. Church is a garden. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. അതേ തോട്ടമാണെന്ന് കാണുവാൻ കഴിയും. We can see it's a vineyard. ഒരു മുന്തിരിത്തോട്ടമാണ്. It's a vineyard. ഹല്ലേലൂയ. Amen. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We can see that. ആ കർത്താവിൽ നാം വസിച്ചെങ്കിൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ കഴിയൂ. Hallelujah. Unless we, hallelujah, live in the Lord and abide with the Lord, we cannot bear fruits. നാം അവനിൽ വസിക്കണം. We have to abide in Him. നാം അവനിൽ വസിച്ചെങ്കിൽ മാത്രമേ Then only we can bear fruits. നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ Then കഴിയത്തുള്ളൂ. only we can bear fruits. തോട്ടക്കാരന്റെ ആഗ്രഹം എന്തെന്നറിയാമോ? Hallelujah. What is desire of the master of the vineyard? എപ്പോഴും ഫലം പുറപ്പെടുവിക്കുക. Always he expects always the fruits. ഇവിടെ പറയുകയാണ്, Hallelujah. Here we see. ഈ തോട്ടം ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ Hallelujah. If the vineyard has to be produced fruits, അവിടെ നീർവയുണ്ടാകണം. there has to be springs. ഹല്ലേലൂയ. Hallelujah. ഈ ഉറവയുണ്ടെങ്കിൽ മാത്രമേ സമൃദ്ധമായ വിളവുണ്ടാകത്തുള്ളൂ. Hallelujah. Unless there is a spring, there won't be any fruits. ഹല്ലേലൂയ. Amen. സമൃദ്ധമായ വിളവുണ്ടാകേണ്ടത് ആവശ്യമാണ്. Abundance fruits. ഹല്ലേലൂയ. Hallelujah. അത് ഉറവകൾ നിത്യജീവൻ നിന്ന് വരുന്ന ഉറവകളാണ്. Hallelujah. That's the springs of the eternal life അത് ഉള്ളിൽ നിന്നാണ് ഒഴുകുന്നത്. that come from heart. അത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 13-14 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. We can see from John chapter 4 and 13 verses, we can see that it coming from inside. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തു നിന്നാണ് ഈ ഉറവ പുറപ്പെടുന്നത്. The spring is starting from inside of us. ആമോസിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവൻ ഒരു കണ്ടത്തിൽ മഴ പെയ്യുകയും മറ്റേ കണ്ടത്തിൽ മഴ പെയ്യിക്കാതിരിക്കുകയും ചെയ്യും. Hallelujah. We read in the book of Amos, hallelujah, he rain in one place and does not rain in another place. കർത്താവ് ഇപ്രകാരം പറയുകയാണ്, The Lord is talking to you. വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകാൻ And പോകുകയാണ്. Jesus said, hallelujah, as the scripture says, the fountain will go, hallelujah, come out from your heart. ഇന്ന് പകൽക്കാലം ആ ഒഴുക്കിനായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു. Hallelujah. Let us submit for that overflow of the Spirit of the Lord. പരിശുദ്ധാത്മാവിന്റെ ഉറവ ഇന്ന് പകൽക്കാലം. Hallelujah. The Spirit of the Lord. Hallelujah. This fountain of the Spirit of the Lord is moving here. നമ്മുടെ അകത്തു നിന്ന് ഒഴുകട്ടെ. And let us come from our heart. എല്ലാ നാവും തുറക്കണം. Let us all praise Him. എല്ലാ അധരങ്ങളും Let us തുറക്കണം. open our mouth. എന്റെ വാക്കൊന്ന് വിരമിക്കാൻ And സമയമായി. conclude my message. പ്രിയപ്പെട്ടവരെ, Children of God, ഹല്ലേലൂയ, Hallelujah. ഇന്ന് പകൽക്കാലം this morning, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. can we submit our lives to the Lord? കർത്താവേ, Lord, ഹല്ലേലൂയ, hallelujah. സഭ, The church, ഹല്ലേലൂയ, the church, നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ hallelujah, to produce good fruits. അങ്ങ് സഹായിക്കണമേ. Hallelujah. Help us, Lord. 58-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലും Hallelujah. സഭ യെശയ്യാവിന്റെ പുസ്തകം 58:11 കാണാൻ കഴിയും. Hallelujah. Isaiah chapter 58 verses 11. സഭ നനവുള്ള ഒരു തോട്ടമാണ്. Hallelujah. The church is a well-watered garden. എപ്പോഴും ആത്മസാന്നിധ്യത്താൽ, Always the Spirit of the Lord. എപ്പോഴും ആത്മനിയോഗത്താൽ, Always the Spirit of move of God. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ആത്മസാന്നിധ്യത്താൽ The presence of the living God. ദൈവസഭ നീങ്ങുവാൻ Hallelujah. The church of God to move. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. The Holy Spirit desires it. Hallelujah. അങ്ങ് വിട്ടങ്ങ് ഞങ്ങൾ പോകത്തില്ല കർത്താവേ. Hallelujah. Lord, we are not going to leave you, Lord. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് We ആവശ്യമാണ്. need your presence, O Lord. അവിടെ പറയുകയാണ്, Hallelujah. Here we read. കാന്തേ, Hallelujah. The bride. സഹോദരി, My sister. ഹല്ലേലൂയ, Hallelujah. നീ തോട്ടങ്ങൾക്ക് ഒരു നീർവയാണ്. Hallelujah. You are a well to the garden. ഗ്ലോറി. Hallelujah. ആ നീ ഒഴുകി വരുന്ന എവിടേക്കെന്നറിയാമോ? Hallelujah. Where you are coming from? എല്ലേബാനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളാണ്. Hallelujah. You're coming from Lebanon. ഹല്ലേലൂയ. Thank you, Jesus. ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. Let me remind you something. ഹല്ലേലൂയ. Hallelujah. ഈ ഉയർന്ന ആ തലത്തിൽ നിന്ന്, Hallelujah. From the high places. ആ ലെബോനിൽ നിന്ന് From the Lebanon. ഇത് ഒഴുകി 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 This is flowing from Lebanon. ദേവദാരുക്കൾ പൂക്കുന്ന വനത്തിലൂടെ ഒഴുകി Hallelujah. From cedar trees
increase. Hallelujah. സുഗന്ധം വീശി ഒഴുകുകയാണ്. Hallelujah. He is flowing. Hallelujah. അവസാനം ഇന്ന് വന്ന് പതിക്കുന്നത് എവിടെയെന്നറിയാമോ? Do you know where he's coming to fall? ചാവുകടലിലാ. He'll come into the Dead Sea. Glory. Hallelujah. അവിടെ എല്ലാം ചലനമറ്റ് കിടക്കുകയാണ്. Already in the Dead Sea there is no life. അവിടെ ഒന്നും ചലിക്കാൻ Nothing കഴിയുന്നില്ല. is moving there. എല്ലാത്തിന്റെ ചലനമറ്റിരിക്കും. Already everything is dead in Dead Sea. എന്നാൽ എഹെസ്കേലിന്റെ പുസ്തകത്തിൽ പറയാം, But we read in the book of Ezekiel. ഹല്ലേലൂയ, ഈ നദികൾ ചെല്ലുന്നിടത്തൊക്കെ And when the river, this river goes, ചലിക്കുന്ന പ്രാണികൾ every creature will jump. Hallelujah. ലെബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്ക് Oh, thank you, Lord, that the river that flowing from Lebanon, ചാവുകടലിൽ വന്ന് പതിക്കുമ്പോൾ when it reaches the Dead Sea, അവിടെ ജീവനുള്ളതൊക്കെ ചത്തുപോകുമ്പോൾ, hallelujah, hallelujah, the place where everything is dead, ജീവനുള്ളതൊക്കെ ചലിക്കാൻ കഴിയാതെ തകർന്നു പോകുമ്പോൾ, hallelujah, when the living things are not even moving. എന്നാൽ എഹെസ്കേലിന്റെ പുസ്തകത്തിൽ പറയാ, But we read in the book of Ezekiel, ചലിക്കുന്ന പ്രാണികൾ hallelujah, ജീവിക്കുന്നു. everything will move. ഈ Hallelujah. നദി ചെല്ലുന്നിടത്തൊക്കെ Wherever this river goes, ചലിക്കുന്ന പ്രാണികൾ ജീവിക്കുക. hallelujah, hallelujah, these things will come alive. ഹല്ലേലൂയ. Oh, thank you, Jesus. 120 പേർ കൂടി Hallelujah, 120 people were in ഈ the upper room. ഈ ജീവജല നദി ഒന്ന് പാനം ചെയ്തു. Hallelujah, they wanted to live for drink from this living water. 1000 പേർ ചലിക്കാൻ തുടങ്ങി. Hallelujah, 3,000 people were moved. അത് 7000 ആയി മാറി. And become 7,000. അത് ആയിരങ്ങളായി. And become thousands and thousands. 5000ആയി. Hallelujah, become 15,000. ലക്ഷങ്ങളായി. Become lakhs and lakhs. കോടികളായി മാറി. Hallelujah, become crores. ഇന്ന് ലോക രാജ്യങ്ങളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. This is hallelujah moving the nations of the world. എല്ലാ നാവും തുറക്കട്ടെ. Let us praise him. Hallelujah. എല്ലാ ധരങ്ങളും Let തുറക്കാം. us open our mouth. കർത്താവിനോട് സംസാരിക്കാം. Let us pray to the Lord. എല്ലാ നാവും തുറക്കട്ടെ. Let us open our mouth. എല്ലാരും പ്രാർത്ഥിക്കാൻ Let തുടങ്ങട്ടെ. us all pray. നിങ്ങളുടെ ബെഡ്റൂമിലായിരിക്കാം നിങ്ങൾ Hallelujah, even ഇരിക്കുന്നത്. if you are in your bedroom, നിങ്ങളുടെ ഓഫീസിലായിരിക്കാം നിങ്ങൾ maybe you are ഇരിക്കുന്നത്. in your office, നിങ്ങളുടെ ചർച്ചിലായിരിക്കാം നിങ്ങൾ maybe in your ഇരിക്കുന്നത്. church, നിങ്ങളുടെ വീട്ടിലായിരിക്കാം നിങ്ങൾ maybe in your ഇരിക്കുന്നത്. house. ഏതൊക്കെയോ തലങ്ങളിൽ നിങ്ങൾ ദൈവവചനം In ശ്രവിക്കുകയാണ്. any places you are listening this ഓ, word of നിങ്ങളുടെ God. വാഹനത്തിൽ ഇരുന്നായിരിക്കാം. Maybe you are hearing from your ഇന്ന് vehicle. പകൽക്കാലം This നിത്യജീവന്റെ മൊഴി Hallelujah, the word of the living നിങ്ങൾ God. കേട്ട് കഴിഞ്ഞപ്പോ And after you hearing this word of നിങ്ങളുടെ God അകത്ത് നിന്ന് from your inside, ആ നദി പൊങ്ങി വരികയാണ്. oh, hallelujah, the Holy Spirit അത് is going to come ജീവന്റെ out. നദിയായി മാറുകയാണ്. Become to the living water. അത് ഒഴുകുകയാണ്. This is flowing. നിങ്ങളുടെ തലമുറകളെ പണിയുവാൻ, Hallelujah, to build your children, കുടുംബങ്ങളെ to പണിയുവാൻ, build your house, സഭയെ to പണിയുവാൻ build your churches. ഈ നദിക്ക് കഴിയുമെന്ന് This river can do it. എല്ലാ നാവും തുറക്കട്ടെ. Let us praise him. എല്ലാ ധരങ്ങളും Let തുറക്കാം. us open our mouth. ഹല്ലേലൂയ. Hallelujah. പഴയ നിയമ ഭക്തന്മാർ, Under the Old Testament saints, ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ, when we are studying the book of Exodus, ഹല്ലേലൂയ, Amen. ഈ ജീവന്റെ ഉറവയെ അവർ ഉപേക്ഷിച്ചു. hallelujah, they cast this living water. തോടുകളിൽ അരികിൽ പോയി ഓനികൾ കുഴിക്കാൻ തുടങ്ങി. Hallelujah, they started digging wells. Hallelujah. നിത്യജീവന്റെ ഉറവയെ അവർ ഉപേക്ഷിച്ചു. Hallelujah, they removed the well of the eternal life. ഹല്ലേലൂയ. Thank you, Jesus. നാം അങ്ങനെ ആകരുത്. Don't be like that. കർത്താവുമായിട്ടൊന്ന് ബന്ധം സ്ഥാപിക്കാം. And let us have that relationship with the Lord. എല്ലാ ധരങ്ങളും തുറക്കാം. Hallelujah, let us open our mouth. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ We are going പോകുകയാണ്. to pray for you. ഓ, ഒരു പാട്ടിന്റെ ചരണം We are പാടുന്നതിന് going to മുമ്പ് sing a song. Before we sing a song, ഞങ്ങൾ നിങ്ങൾക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. we are going to pray for you. Hallelujah. എല്ലാ കണ്ണുകളും അടയട്ടെ. Let us all close our eyes. ഗ്ലോറി. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ ഊറ്റും തരുന്നിതാ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാ. പ്രാണപ്രിയ
യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനാഥ ഓ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നിതാ ഓ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നിതാ. എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം ലോകസ്നേഹം തേടുകില്ല ജീവിക്കും ഞാൻ നിനക്കായി എന്റെ ധനവും ഓ എന്റെ ധനവും മാനമില്ല എന്റെ മഹിമയ്ക്കായി മാത്രം ലോകസ്നേഹം തേടുകില്ല ജീവിക്കും ഞാൻ നിനക്കായി മാത്രം ഓ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റെ എല്ലാം നിനക്കു മാത്രം ഓ എന്നെ മുറ്റും തരുന്നിതാ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം തരുന്നിതാ എന്നെ മുറ്റും തരുന്നിതാ എന്നെ മുറ്റും തരുന്നിതാ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. Amen. പ്രിയ പിതാവേ ജലഹസന അപ്പ ഞങ്ങൾ അടുത്തു വരികയാണ് കർത്താവേ. ഈ വിശുദ്ധ സഭായോഗത്തിൽ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. Lord, we looking at your face, O Lord. ഞങ്ങളുടെ തലമുറകളെ കുറിച്ചുള്ള ചിത്രം Amen. അങ്ങ് ഞങ്ങൾക്ക് തന്നെങ്കിൽ Lord, if you give us the picture of our children, അത് മായ്ക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. no one can erase that picture from our heart. നഷ്ടങ്ങളെ ലാഭമാക്കുന്നവനെ, Hallelujah, Lord, you make, hallelujah, the losses gain. വേദനിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നവനെ, Lord, who hallelujah comfort, hallelujah, the hallelujah disheartened people, O Lord. ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കും. We are praying together for the church of God. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. Lord, we bless the children of God. അവരുടെ നിന്ദയെ മാറ്റണമേ. Remove the hallelujah, hallelujah. അവരുടെ ദുഃഖം മാറ്റണമേ. Remove the hallelujah sadness from the അവർക്ക് heart. സന്തോഷം പകരണമേ. Hallelujah, pour out your അവരെ gladness. അനുഗ്രഹിക്കണമേ. Bless them, Lord. ഈ രാവിലെ മുതൽ Hallelujah, from this morning, O അങ്ങയുടെ Lord. സന്നിധിയിലായിരുന്നു ജനം. Hallelujah, children were in your feet, O Lord. ദൈവം അവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. Thank you, Lord, for blessing them. ഇന്ന് കേട്ട വചനത്തിന്റെ പിന്നിൽ ഞങ്ങൾ അപേക്ഷിച്ചു Hallelujah, പ്രാർത്ഥിക്കുന്നു. with the word of God today we hear, we bless them, Lord. കർത്താവേ, ജനത്തിന്റെ നിന്ന മാറട്ടെ കർത്താവേ. Hallelujah, Lord, remove, hallelujah, hallelujah, their loneliness in their heart, Lord, hallelujah. അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അഭിഷക്തന്മാരെ ഞങ്ങൾ കരം കോർത്ത് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. Lord, hallelujah.